ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നിന്ന് മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് VLOOKUP ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. വർക്ക്ഷീറ്റുകൾക്കിടയിൽ VLOOKUP ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അവയിൽ അത്ര പോപ്പുലർ അല്ലാത്ത, അധികമാർക്കും അറിയാനിടയില്ലാത്ത ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന 140-ലധികം ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിലെ എംപ്ലോയി കോഡ്, രണ്ടാമത്തെ കോളത്തിലെ എംപ്ലോയിയുടെ പേര്, മൂന്നാമത്തെ കോളത്തിലെ ഡേറ്റ് ഓഫ് ജോയിനിങ്, നാലാമത്തെ കോളത്തിൽ പ്രായം, അഞ്ചാമത്തെ കോളത്തിൽ ഓരോ എംപ്ലോയിയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ്, ആറാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ, ഏഴാമത്തെ കോളത്തിൽ ഓരോ എംപ്ലോയിയുടെയും സാലറി. ഇനി അടുത്ത വർക്ക്ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എംപ്ലോയി കോഡുകൾ കൊടുത്തിരിക്കുന്ന കാണാം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടവയിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് എംപ്ലോയി കോഡുകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് വേണ്ട ഇതാണ്. ഈ ഓരോ എംപ്ലോയി കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിലെ ഈ കാണുന്ന ടേബിളിൽ നിന്ന് കണ്ടെത്തണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ മാനുവലി കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഈ കാണുന്ന ഓരോ എംപ്ലോയി കോഡും എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിലെ ഈ കാണുന്ന കോളത്തിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ആ കോഡിന് നേരെയുള്ള എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ എക്സലിലെ VLOOKUP ഫോമുല ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഈ ജോലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കാം. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു. ഈ കാണുന്ന സെല്ലുകളിലാണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഉള്ളത്. അഥവാ ഈ കാണുന്ന സെല്ലുകളിലാണ് എംപ്ലോയി ഡീറ്റെയിൽസ് ഉള്ളത്. VLOOKUP ഫോമുല എഴുതുമ്പോൾ ഈ കാണുന്ന സെല്ലുകളെ അഥവാ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഈ സെല്ലുകൾക്ക് ഞാനൊരു പേര് കൊടുക്കുന്നു. അതിനുവേണ്ടി ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. സെല്ലുകൾ സെലക്ട് ചെയ്ത ശേഷം എക്സൽ നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ടൈപ്പ് ചെയ്യാം. EMP ഡീറ്റെയിൽസ് എന്ന പേരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പേര് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി എക്സൽ നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത EMP ഡീറ്റെയിൽസ് എന്ന നെയിം ഇവിടെ കാണാം. അഥവാ EMP ഡീറ്റെയിൽസ് എന്ന പേര് ഇവിടെ കാണാം. ഈ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഈ രീതിയിൽ ഈ വർക്ക് ബുക്കിലെ ഏതൊരു വർക്ക്ഷീറ്റിൽ നിന്നും വളരെ പെട്ടെന്ന് എംപ്ലോയി ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി VLOOKUP ഫോമിൽ എഴുതുമ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ സൂചിപ്പിക്കാനായിട്ട് EMP ഡീറ്റെയിൽസ് എന്ന ഈ പേരാവും ഞാൻ ഉപയോഗിക്കുക. ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ്. XNC 008 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷന് 4 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. അഥവാ 4 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് VLOOKUP ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് XNC 008 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേരാണ്. സോ XNC 008 ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂവിന് വേണ്ടി എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളാണ് ടേബിൾ അറേ. ഇവിടെ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾക്ക് നമ്മളൊരു പേര് കൊടുത്തിരുന്നു, EMP ഡീറ്റെയിൽസ്. EMP ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, EMP എന്നീ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ EMP ഡീറ്റെയിൽസ് എന്ന പേര് ഇവിടെ വന്നാൽ കാണാം. ഈ പേര് സെലക്ട് ചെയ്യുന്നു. കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ടേബിൾ അറയിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ നമുക്ക് വാല്യൂ കിട്ടേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് കോളം ഇൻഡെക്സ് നമ്പർ. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എംപ്ലോയിയുടെ പേരാണ്. എംപ്ലോയിയുടെ പേരുള്ളത് എംപ്ലോയി ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്. സോ 2 ആണ് ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ. 2, കോമ. നാലാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് ലുക്കപ്പ്. എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ XNC 008 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് ഇവിടെ വന്നു, ദേവിക മേനോൻ. ഈ വാല്യൂ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു. XNC 008 എംപ്ലോയിയുടെ പേര് ദേവിക മേനോൻ. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലെ കോപ്പി ചെയ്യുന്നു. ഈ കാണുന്ന ഓരോ എംപ്ലോയി കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി.
XNC 003, XNC 141, ഗൗരി യാദവ്. അടുത്ത് നമുക്ക് കണ്ടെത്തേണ്ടത് എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഈ ടേബിളിലെ 5ാമത്തെ കോളത്തിലാണ്. എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്താനായിട്ട് ഈ ഫോമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ വരിക, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി ഫോമുലയിൽ കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2ന് പകരം 5 എന്ന വാല്യൂ ഉപയോഗിക്കാം. കാരണം ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ടേബിൾ അറയിലെ 5ാമത്തെ കോളത്തിലാണ്. 5, എൻ്റർ. നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ഹൈവേസ്. ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. അടുത്ത് നമുക്ക് വേണ്ട സാലറിയാണ്. സാലറി ഉള്ളത് ഈ ടേബിളിലെ 7ാമത്തെ കോളത്തിലാണ്. വീണ്ടും ഫോമുല കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 5ന് പകരം 7, എൻ്റർ. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. സാലറി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി എംപ്ലോയി കോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഇവിടെ VLOOKUP എളുപ്പമാക്കാനായിട്ട് എക്സലിലെ നെയിം എന്ന ഫീച്ചറാണ് നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ എക്സൽ ടേബിൾസ് ഉപയോഗിച്ചുകൊണ്ട് VLOOKUPന് വേണ്ടുന്ന സമയം കുറച്ചുകൂടി നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ആ മെത്തേഡിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.